തിരുവനന്തപുരം നെടുമങ്ങാടാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായിരിക്കുന്നത്. 23 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. നെടുമങ്ങാട് ആശുപത്രിയിൽ ഇനി ചികിത്സയിലുള്ളത് രക്ഷാപ്രവർത്തനത്തിനാണ് ഞങ്ങൾ എല്ലാവരും മുൻഗണന കൊടുത്തത്. രക്ഷാപ്രവർത്തനം നടന്നു കഴിഞ്ഞു. നിങ്ങൾ ഈ റോഡിന്റെ ടാറ് പരിശോധിച്ചാൽ തന്നെ ഏറിയ 2 തട്ടായി. ഈ പഴകുറ്റി വെമ്പായം റോഡിന്റെ ഒന്ന് പരിശോധിച്ചാൽ പല സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. കരാറുകാരൻ ഒരു വർഷത്തിന് മുമ്പ് ഉപേക്ഷിച്ചു പോയി. ഈ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണോ? അത് തന്നെയാണ് പ്രധാന കാരണം. ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് പ്രധാന കാരണം. ഈ പ്രദേശത്ത് ധാരാളം അപകടങ്ങൾ ഈ റോഡിന്റെ ഇപ്പൊ ഈ വളവ് കഴിഞ്ഞ് നോക്കിയാൽ ഒരു വളരെ വലതു ഭാഗത്ത് അമിതമായ കുഴിയുണ്ട്. ഈ റോഡിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈ റോഡ് ഇനി കയറിയാണ് അങ്ങനെ വന്നത്, അല്ലാതെ രാഷ്ട്രീയമായിട്ട് പ്രദേശത്ത് പ്രദേശവാസികൾ തമ്മിലുള്ള ഒരു ചെറിയ വക്കേറ്റമാണ് കണ്ടത്. അപകട സ്ഥലത്ത് നിന്ന് സാന്ത്വനയും ഒപ്പം തന്നെ സേഫും KR സജുവുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ സാന്ത്വനയിലേക്ക് വീണ്ടും പോവുകയാണ്. സാന്ത്വന, ഒരാളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. പരിക്ക് ഏറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് 22 പേർ മെഡിക്കൽ കോളേജിനാണുള്ളത്. ഏറ്റവും നിർണായകമായ വിവരങ്ങൾ എന്താണ് സാന്ത്വനയ്ക്ക് പങ്കുവെക്കാനുള്ളത്? സെഫിദീൻ, 22 പേരല്ല 23 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. 19 പേരെ നെടുമങ്ങാടുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ റഹീം MP നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമുക്ക് വളരെ വ്യാപ്തിയുള്ള ഒരു അപകടമായി തോന്നും. ഒരാൾ മരണപ്പെട്ടിട്ടുമുണ്ട്. അത് വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്, ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും മറ്റ് അധികം ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പരിക്ക് പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ പറഞ്ഞത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 3 പേർ, 3 സ്ത്രീകൾ, അവരുടെ നില കുറച്ച് ഒരു ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു. കാരണം അവരെ പുറത്തെടുക്കുമ്പോൾ അവർ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ മറ്റാർക്കും തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ്. 60 വയസ്സുകാരിയായ ഭാസ്നിയാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ 3 പേർക്ക് ഒരു കാര്യമായ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അധികം ആളുകൾക്ക് നമ്മൾ ആദ്യമൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ഒരു അപകടം ഉണ്ടായിട്ടില്ല. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്, പലർക്കും മുറിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അധികമായി മുറിവ് സംഭവിച്ച ആളുകൾ ഏതാണ്ട് 3 പേരെ ഉള്ളായിരുന്നു. 3 പേര് സ്ത്രീകളായിരുന്നു. അവരെ പുറത്തെടുക്കുമ്പോൾ അവർ അബോധാവസ്ഥയിലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ റഹീം MP പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നേരത്തെ നമ്മൾ കണ്ടതാണ്, ഇവിടെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റോഡിന് ചെറിയ ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഒരു സൈഡിലെ റോഡിന് കുറച്ച് പൊക്കം കൂടുതലുണ്ട്, മറ്റൊരു സൈഡിലെ റോഡിന് പൊക്കം കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ ഒരു വളവാണ്. ആ വളവ് തിരിഞ്ഞു വന്നപ്പോൾ ഉണ്ടായ ഒരു അപകടം ആകാം, അല്ലെങ്കിൽ ആ വളവ് തിരിഞ്ഞു വന്നപ്പോൾ റോഡിന്റെ 2 സൈഡിലും 2 ഉയരമാണ്. അപ്പോൾ അതായിരിക്കാം അപകടത്തിനുണ്ടായ ഒരു കാരണം എന്നാണ് ഒരാൾ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത് ഈ PWDയുടെ ഒരു അനാസ്ഥയൊക്കെയാണ്. കാരണം ഈ കരാറുകാരൻ ഈ റോഡ് പണിതുകൊണ്ടിരുന്ന ആള് ഈ കരാർ ഉപേക്ഷിച്ച് പിന്നീട് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കരാർ ആരും ഏറ്റെടുത്തില്ല. അപ്പോൾ അത് PWDയുടെ അനാസ്ഥ ഒക്കെ തന്നെയും അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഒരാൾ പറഞ്ഞത്. പക്ഷേ അപ്പോഴാണ് നാട്ടുകാരൊക്കെ തന്നെയും വരികയും അത്തരത്തിലൊരു രാഷ്ട്രീയം ഇപ്പോൾ കലർത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തത്. കാരണം ഇത്രയും അധികം ആളുകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇവിടെ ഓടി ആദ്യം എത്തുകയും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നേതൃത്വം നൽകിയത് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു ഇതിന് ആദ്യം തന്നെ ഒരു സഹായം നൽകിയത്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ തന്നെയാണ്. ഇത്രയും വൈകിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അത്രത്തോളം അധികം ആളുകളാണ് ഇവിടെ തടിച്ച് കൂടി നിൽക്കുന്നത്. ഇവരെല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നവരാണ്. ഈ വിവരം അറിഞ്ഞ ഇവിടേക്ക് എത്തിയ
ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് നിലവിൽ രാഷ്ട്രീയം പറയേണ്ട അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. ഏറ്റവും പ്രാഥമികമായി ഈ ആളുകളെ മാറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ തന്നെ നോക്കാമെന്നുള്ള ഒരു കാര്യമാണ് നാട്ടുകാർ പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകളാണ് തടിച്ചുകൂടി നിൽക്കുന്നത്. ഇനിയും പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന വാഹനത്തിനുള്ളിലുള്ള ഈ ആളുകളുടെ സാധനം, കാരണം ഒരു 2 ദിവസത്തെ ടൂറിന് പോയ ആളുകളാണ്, മൂന്നാറിലേക്ക് പോയ ആളുകളാണ്. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ തന്നെയും വാഹനത്തിലുണ്ടാകും. ചിലപ്പോൾ പൈസ ഉണ്ടാകും, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയും അവരുടെ ഈ ബാഗിൽ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.